ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ്. ഞാനും ബേബിയും കൂടി കറുകപ്പത്തൂർക്ക് പോവുകയാണ് കേട്ടോ. ബേബിക്ക് അന്ന് ക്ലാസ് ഇല്ല, നമ്മുടെ മുഹറത്തിൻ്റെ ലീവ് ഉണ്ടല്ലോ, അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. വെള്ളിയാഴ്ചയിട്ട് തോന്നുന്നുണ്ട്, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ശനിയാഴ്ചയാണേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. വേദുവിനോട് പറഞ്ഞു ഞങ്ങൾ വേഗം പോയി വരാം, ബേബിക്ക് സൂചി കുത്താനാണ് പോകുന്നത് എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ ചെന്നതും പെട്ടെന്ന് ബസ് കിട്ടിയിട്ടോ ഒന്ന്, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കുറേ നേരം നിൽക്കണം. അപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ മേലങ്ങാടി ഒരു കരാട്ടെ ക്ലാസ് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സ് ഉണ്ട്, അപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് ഒരു 10:15 ആകുമ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ തന്നെ ബസ്സും കിട്ടി. എന്നിട്ട് കറുകപ്പത്തൂർക്ക് പോയി. ഞങ്ങളുടെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആകെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക കാരണം വീടൊന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ചെല്ലുന്നത്. അൽവത്താൻ സൂപ്പർ മാർക്കറ്റ് കറുകപ്പത്തൂർക്ക്. അവിടുത്തെ ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുമോ ചോദിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പോയതും. പിന്നെ കുറച്ച് സാധനങ്ങളും ഞങ്ങൾക്ക് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവിധ സാധനങ്ങളുണ്ട് കേട്ടോ. പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും, പലചരക്ക് സാധനങ്ങൾ എല്ലാം ആ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്ന ടൈമിൽ, ഇപ്പോൾ ഇത് പുതിയതായി തുടങ്ങിയതാണല്ലോ, വരുന്ന ടൈമിൽ വല്ല സാധനങ്ങളും വാങ്ങണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകണം. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളപ്പോൾ നമുക്ക് താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണ്ട. ഇവിടുന്ന് എന്താ വെച്ചാൽ വാങ്ങിയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ആ ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ കടകളോ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും താഴത്തേക്ക് ഇറങ്ങി പോകണം. ഇനി ഇവിടെ ഒരു ഇതും കൂടി വേണം, മെഡിക്കൽ സ്റ്റോറും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് സുഖമായിരുന്നു. അപ്പോൾ അതാ സൂപ്പർ മാർക്കറ്റിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ടാണല്ലോ പോയത്, പണി നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത് കാടമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും വാങ്ങിയില്ല. എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങി കേട്ടോ. പിന്നെ അവിടെ എല്ലാ തരം സാധനങ്ങൾ പറഞ്ഞാൽ എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മോളിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മോളിക്ക് പോയപ്പോൾ നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങൾ, ചൂല്, തേപ്പ്, അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ബാഗ് ഉണ്ട്. പിന്നെ ലിക്വിഡ്സ് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. ഡിറ്റർജൻറ്റ് എല്ലാണ്ട്, ബാഗുകൾ ഒരുവിധം എല്ലാം ഉണ്ട്. സ്കൂൾ തുറക്കുന്ന ടൈമിലൊക്കെ ഇവിടെ ഫുൾ കളക്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കട അവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഹോട്ട് ബാഗ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വാഷിംഗ് മെഷീനിൽ ഒഴിക്കാനുള്ളതും ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്നും നോക്കിയില്ല. ഇതാ കണ്ടോ, ഹോട്ട് ബാഗ് ഉണ്ട്. എനിക്കൊരു ഹോട്ട് ബാഗ് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചു പിന്നെ വാങ്ങാമെന്ന്. പിന്നെ സൈഡ് ബാഗ്, കോളേജ് ബാഗ്, ഓഫീസ് ബാഗ് അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഓരോ ഗ്ലാസ്സുകളുണ്ടല്ലോ, അതും ഒരുപാടുണ്ട് കേട്ടോ. പലതരം ടൈപ്പ് ഗ്ലാസ്സുകൾ, കപ്പുകൾ, മഗ്ഗുകൾ, അങ്ങനെ അല്ലാണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ കോസ്മെറ്റിക് സാധനങ്ങളുണ്ട്. പിന്നെ പൗഡർ, അതുപോലെ തന്നെ ക്യൂടെക്സ് അങ്ങനത്തെ സാധനങ്ങൾ അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ട് ക്യൂടെക്സ് ഇരിക്കട്ടെ, ഐലൈനർ അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. ക്രീംസ്, എല്ലാം ജെല്ലുകൾ, പിന്നെ ബുക്സ്. ഈ സൈഡിലാണെങ്കിൽ ബുക്സ്, ക്രാഫ്റ്റ് വർക്കിന് വേണ്ട സാധനങ്ങൾ മൊത്തം ഈ സൈഡിലുണ്ട് കേട്ടോ. ക്രയോൺസ് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ അതെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അതുപോലത്തെ ഒരു വാട്ടർ ബോട്ടിൽ ഇവിടെ കണ്ടു. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ പാത്രങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ, അതൊരു സൈഡിലുണ്ട്. പിന്നെ ഒരുപാട് ക്യൂട്ട് പ്ലേറ്റുകൾ കണ്ടു കേട്ടോ ഞാൻ. നല്ല ഭംഗിയുള്ള പ്ലേറ്റുകളും അതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. അതിൽ ഞാനൊരു മഗ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അത് വാങ്ങിയിട്ട് 40 രൂപയ്ക്കാണ് അതിന് കേട്ടോ. ഒരു ചെറിയ മഗ്ഗാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നാൽ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയിട്ടോ. പിന്നെ ഒരുപാട് നല്ല പ്ലേറ്റുകൾ, നമ്മളിപ്പോൾ പുതിയ വീടൊക്കെ ഇരിക്കുമ്പോൾ വാങ്ങാൻ പറ്റിയ പ്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ്. എന്നാലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. ആ മോളിലാണെങ്കിലും അതെ കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ബേബീസിന് പറ്റിയ പ്രൊഡക്ട്സ് ഉണ്ട്. സെബാമെഡിൻ്റെയും അതുപോലെ തന്നെ ജോൺസൺ അതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടമാവില്ല, ലാഭം തന്നെയായിരിക്കും. ഈ കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ വല്ല ഹൗസ് വാമിങ്ങിന് പോവുകയാണെങ്കിൽ വല്ല ഗിഫ്റ്റും കൊടുക്കണമെങ്കിൽ അതുണ്ട്. പിന്നെ മേൽപ്പെട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട സ്നഗ്ഗീസ്, പാഡ് എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ എത്ര കുട്ടികൾ വരെ ഉള്ള കുട്ടികൾക്ക് പറ്റിയ സ്നഗ്ഗീസ് ഉണ്ട്. പിന്നെ ബേബി ഈ ഒരു കാര്യം പറയായിരുന്നു കേട്ടോ, വാട്ടർ കളർ വേണമെന്ന്. ഞാൻ അവൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് വാങ്ങണ്ട, ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെന്താ ക്ലേയോ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയിട്ടോ. പിന്നെ അരി, ബിരിയാണി അരി അങ്ങനത്തെ സാധനങ്ങൾ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ വിളക്കെണ്ണ, നല്ലെണ്ണ,
അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വിവിധ തരം ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ ചോക്ലേറ്റ്, എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ ഒരു മായാലോകം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നും, പക്ഷേ ചോക്ലേറ്റ് അധികം തിന്നുന്നത് നമുക്ക് നല്ലതല്ല. പിന്നെ ഇതാ ഈ സൈഡിൽ നമ്മുടെ ചെറി, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പിസ്ത, അങ്ങനത്തെ സാധനങ്ങളും. പിന്നെ ഇതെന്തോ ന്യൂട്രലയുടെ എന്തോ മിഠായിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പോൾ കഴിക്കേണ്ട, പിന്നെ വാങ്ങാൻ പറഞ്ഞേ. പിന്നെ വിവിധ തരം ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാത്ത ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾക്ക് പോയിട്ട് വേണം ഒരു ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ. വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് വാങ്ങിയിട്ട് അവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ഇറങ്ങുന്ന ടൈം ഒട്ടുക്കത്ത മഴയായി ഗൈസ്. അതുവരെ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് പിന്നെ മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ അത്രയും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് വരുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കറുകപ്പത്തൂരിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനും ബേബിയും അവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഗൈസ് നല്ല മഴ കണ്ടോ. നല്ല മഴയായിരുന്നു അറിയോ. പക്ഷേ അമ്മ പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ ഇവിടേക്ക് മഴ പെയ്തു, പക്ഷേ അവിടുത്തെ അത്രയൊന്നും മഴ ഇവിടെ ഉണ്ടായില്ല എന്നാണ് കേട്ടോ. പക്ഷേ കറുകപ്പത്തൂർ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ജേഴ്സി വാങ്ങാനാണ് കേട്ടോ. അവൾക്ക് ജേഴ്സി വേണം സ്കൂളിലേക്ക് തിങ്കളാഴ്ച ഇടാൻ, റൊണാൾഡോയുടെ, നമ്മുടെ പോർച്ചുഗലിൻ്റെ ടീമിൻ്റെ തന്നെ വേണം പറഞ്ഞിട്ട്. അപ്പോൾ കറുകപ്പത്തൂരുള്ള ഒരു കടയൊക്കെയാണ് പോയത്. ഏതോ പെൻ്റെയോ അങ്ങനെ എന്തോണ്ട് കട. ആ ഷോപ്പിലെ കുട്ടീനോട് പറഞ്ഞു ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കട മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇത് താഴത്തായിരുന്നെങ്കിൽ കുറച്ച് ഉപകാരമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് ഇട്ട് നോക്കിക്കോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ഇനിയിപ്പോൾ പാകമല്ലെങ്കിൽ പിന്നെ പറഞ്ഞു ജേഴ്സിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്, എല്ലാം കഴിഞ്ഞു എന്നിട്ടോ. ആ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ആ സൈസിനും. പിന്നെ അവൾ പിന്നെ തടിയില്ലാത്തതുകൊണ്ട് അവൾക്കത് പാകമായി കേട്ടോ. പിന്നെ അടിയിൽ ആ ഡ്രസ്സിൻ്റെ കൂടെ എല്ലാം ഇട്ട്, അപ്പോൾ അതും കൂടി ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ലൂസും ആയിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ. തിങ്കളാഴ്ച അവൾ ഇതിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ, എത്ര 250 എത്ര സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് അത് പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ഒന്ന് മഴയ്ക്കിതായത്. ഞങ്ങളൊക്കെ ആകെ ഫുള്ള് നടന്നു. ഞാനാണെങ്കിലും ഫുള്ള് നിറഞ്ഞു, ഒരു കുടയേ ഉണ്ടായിരുന്നുള്ളൂ. അവളാണെങ്കിലും പാൻറ്റൊക്കെ അവളുടെ ഫുള്ള് നിറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ കൂടെ ഇറങ്ങാതെ ഈ സൈഡിൽ കൂടെ ആണ് കേട്ടോ ഇറങ്ങിയത്. കാരണം ആ സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ എനിക്ക് തല കറങ്ങണ പോലെ ഫീൽ ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ബൈ ഫ്രണ്ട്.